നമസ്കാരം. എന്താണ് CAA അഥവാ പൗരത്വ ഭേദഗതി നിയമം? എന്തിനാണ് CAA? ഇതുകൊണ്ടുള്ള ദോഷമെന്താണ്, ഗുണമെന്താണ്? സാധാരണക്കാരെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ വലിയ ആഴത്തിലുള്ള അറിവുകളുടെ ആവശ്യമില്ലെങ്കിൽ പോലും വാർത്തകളിലും ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന CAA അഥവാ പൗരത്വ ബില്ലിനെക്കുറിച്ച് ലളിതമായി അറിയേണ്ട ഏതാനും കാര്യങ്ങളാണ് പറയുന്നത്. CAA എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങൾക്കും അവിടുത്തെ പൗരന്മാർക്കുള്ള അവകാശങ്ങളടങ്ങിയ നിർവചനം. അതായത് ഇന്ത്യയുടെ ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പറയുന്ന 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുകൊണ്ട് 2019 ഡിസംബർ 10-ന് ലോക്സഭയും ഡിസംബർ 11-ന് രാജ്യസഭയും പിറ്റേ ദിവസം അതായത് 2019 ഡിസംബർ 12-ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഒപ്പിട്ട് പാസാക്കിയ ഭേദഗതി നിയമമാണ് CAA എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ നിയമം എന്നുള്ളതാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ഒരു സമയത്ത് അവിഭാജ്യ ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ മുസ്ലിം രാജ്യങ്ങൾ അഥവാ മുസ്ലിം ഭൂരിപക്ഷ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ നിന്ന് മതപരമായ വിവേചനങ്ങളോ പീഡനങ്ങളോ ഏറ്റ് കാലാകാലങ്ങളായി ഇന്ത്യയിലേക്ക് കുടിയേറുകയും അഭയം തേടി എത്തുകയും ചെയ്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകുന്നതിനുള്ളതാണ് ഈ ഭേദഗതി. എന്നാൽ അത് നല്ലതല്ലേ? നമ്മുടെ സഹജീവികൾക്ക് നമ്മുടെ രാജ്യം അഭയം കൊടുക്കുന്നത് നന്മയുള്ള കാര്യമല്ലേ? പിന്നെന്തിനാണ് ഈ നിയമത്തിനെതിരെ തർക്കവും പ്രതിഷേധവും ബഹളവും എന്നതാണ് ചോദ്യം. അതിനുള്ള ഉത്തരമാണ് ഇനി പറയുന്നത്. 2019 പാസാക്കിയ ഈ പൗരത്വം സംബന്ധിച്ച ഭേദഗതി ബിൽ പ്രകാരം നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും കാലാകാലങ്ങളായി ഇന്ത്യയിലേക്ക് രേഖകളില്ലാതെയും രേഖകളോട് കൂടിയും അനധികൃതമായി നുഴഞ്ഞു കയറുകയും അഭയാർത്ഥികളായി എത്തുകയും ഇവിടെ ഇപ്പോഴും ഒളിവിലും തെളിവിലും കഴിയുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ 2014 ഡിസംബർ 31-ന് മുൻപ് ഇന്ത്യയിൽ താമസിക്കുന്നവരുമായ ഹിന്ദു, സിഖ്, ജൈന, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി എന്നിങ്ങനെ 6 മതവിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ഭേദഗതി പ്രകാരം പൗരത്വം നൽകുന്നത്. എന്നാൽ ഈ 6 വിഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ ഒഴിവാക്കിയതാണ് ഒരു വിഭാഗം ആളുകൾ ഇതിനെ എതിർക്കാനുള്ള അടിസ്ഥാന കാരണം. മതേതരം പറയുന്ന ഇന്ത്യ പുതിയ ആളുകൾക്ക് പൗരത്വം കൊടുക്കുമ്പോൾ മതപരമായ വിവേചനം കാട്ടാൻ പാടില്ല എന്നാണ് നിയമത്തെ എതിർക്കുന്നവരുടെ ആവശ്യം. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും കേരളത്തിലെ ഉൾപ്പെടെയുള്ള ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മുസ്ലിം സാമുദായിക സംഘടനകളുമാണ് CAA മുഖ്യമായും എതിർക്കുന്നത്. എന്നാൽ നിയമം പാസാക്കുകയും കഴിഞ്ഞ ദിവസം അതായത് മാർച്ച് 11-ന് വിജ്ഞാപനം ചെയ്ത നിർദ്ദേശപ്രകാരം മതാടിസ്ഥാനത്തിലുള്ള വിവേചനം ഭരണഘടനാ വിരുദ്ധമല്ലേ എന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഉത്തരം ഇതാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും അവരുടെ ഭരണഘടന പ്രകാരം മുസ്ലിം രാഷ്ട്രങ്ങളാണെന്നും ആയതിനാൽ അവിടെയുള്ള ഭൂരിപക്ഷമായ മുസ്ലിം വിഭാഗങ്ങൾ വിവേചനമില്ലാതെ അവിടെ സുരക്ഷിതരാണെന്നതിനാൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകേണ്ടതില്ലെന്നും പകരം അവിടെ നിന്നുള്ള വിവേചനവും പീഡനവും സഹിച്ച് ഇന്ത്യയിൽ അഭയം തേടിയിട്ടുള്ള മറ്റ് സമുദായക്കാർക്ക് മാത്രം പൗരത്വം നൽകിയാൽ മതിയെന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. മാത്രവുമല്ല, ഇക്കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണെന്നും അതുകൊണ്ട് അന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തങ്ങൾ പാലിക്കുകയാണെന്നുമാണ് BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ മറുവാദം. അങ്ങനെയെങ്കിൽ 5 വർഷങ്ങൾക്ക് മുൻപ് 2019 ഡിസംബറിൽ പാസാക്കിയ നിയമം എന്തുകൊണ്ട് ചട്ടങ്ങൾ രൂപീകരിച്ച് അന്നൊന്നും നടപ്പാക്കാതെ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് നടപ്പാക്കുന്നു എന്നാണ് പ്രതിഷേധക്കാരുടെ ചോദ്യം. അതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരം ഇതാണ്. 2019 ഡിസംബർ കഴിഞ്ഞതോടെ രാജ്യത്ത് കോവിഡ് വന്ന് അടച്ചിടുകയും ലോക്ക്ഡൗണുകൾ മാറി മാറി നിലനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടപ്പാക്കാതെ നീട്ടിവെച്ച ഈ നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കാൻ സമയം വേണ്ടി വന്നതിനാലാണ് ഈ നിയമം ഇപ്പോൾ നടപ്പാക്കുന്നതെന്നാണ് ഉത്തരം. എന്നാൽ 4 ദിവസം കൊണ്ട് പാസാക്കിയ ഒരു നിയമം നടപ്പാക്കാൻ 4 വർഷമെടുത്തെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള BJP നേതൃത്വത്തിന്റെ തന്ത്രപരമായ നീക്കം തന്നെയാണെന്നാണ് പ്രതിഷേധക്കാരുടെ മറുവാദം. അങ്ങനെയെങ്കിൽ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് ഇത്.
ഈ നിയമങ്ങൾ സംസ്ഥാനങ്ങളുടെ അനുമതിയില്ലാതെ ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാരിന് നടപ്പാക്കാൻ പറ്റുമോ എന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1955 പൗരത്വം സംബന്ധിച്ച എല്ലാ അവകാശങ്ങളും പാർലമെന്റിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ടുള്ള നിയമം പാസ്സാകുന്നത്. എന്നാൽ പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷത്തോടെ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കുന്ന നിയമം ആകെ സംസ്ഥാനങ്ങളുടെ 2/3 പ്രദേശങ്ങളും അംഗീകരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. അതായത് ഭൂരിപക്ഷമുള്ള ഒരു പാർലമെന്റിന് നിയമം നിർമ്മിക്കാമെന്നും അത് നടപ്പാക്കാമെന്നും അർത്ഥം. എന്നാൽ ഈ നിയമം നടപ്പാക്കുന്നതോടെ നമ്മുടെ ആരുടെയെങ്കിലും പൗരത്വത്തിന് കുഴപ്പമുണ്ടാകുമോ? മുസ്ലിം സമുദായത്തിലോ മറ്റേതെങ്കിലും വിഭാഗത്തിലോ പെട്ടവരുടെ പൗരത്വം ഇല്ലാതാകുമോ എന്നതാണ് സാധാരണക്കാരൻ്റെ പ്രധാന സംശയം. നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26 ഇന്ത്യയിൽ താമസിക്കുന്നവരോ അതിനുശേഷം ഇന്ത്യയിൽ ജനിച്ചവരോ ആയ എല്ലാവർക്കും ഇന്ത്യൻ പൗരത്വത്തിനുള്ള അവകാശമുണ്ടായിരിക്കും. അതായത് നമ്മളിൽ ഒരാളിൻ്റെയും പൗരത്വത്തെ ഇല്ലാതാക്കാനോ മരവിപ്പിക്കാനോ നിലവിലെ നിയമത്തിന് കഴിയില്ല. ഇന്ത്യൻ പൗരന്മാരല്ലാത്ത നിലവിൽ ഇന്ത്യയിൽ രേഖകളില്ലാതെ താമസിക്കുന്ന നമ്മുടെ 3 അയൽരാജ്യങ്ങളിൽ നിന്നും വന്ന അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും പൗരത്വം നൽകാൻ മാത്രമേ ഈ നിയമം കൊണ്ട് സാധിക്കൂ. എന്നാൽ ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറയുന്നത് ശരിയാണോ? ഭരണഘടനയുടെ അടിസ്ഥാന തത്വം ലംഘിക്കാത്ത കാലത്തോളം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പൗരത്വ നിയമത്തെ പേരിന് വേണ്ടി എതിർക്കാമെങ്കിലും നടപ്പാക്കാതിരിക്കാൻ കേരളമെന്നല്ല ഒരു സംസ്ഥാനത്തിനും കഴിയില്ല. പിന്നെ വിയോജിപ്പുള്ള സംസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും സമുദായങ്ങൾക്കും ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. നിലവിൽ മുസ്ലിം ലീഗ്, IUML, DYFI ഉൾപ്പെടെയുള്ളവർ നൽകിയ 250 ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇപ്പോഴത്തെ പൗരത്വ നിയമം സ്റ്റേ ചെയ്യണമെന്നും റദ്ദ് ചെയ്യണമെന്നുമാണ് ഹർജിക്കാരുടെ ആവശ്യം. ഈ നിയമത്തിനെതിരെ ആദ്യമായി പ്രമേയം പാസാക്കുന്ന നിയമസഭ കേരള നിയമസഭയാണ്. പിന്നീട് പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, പഞ്ചാബ്, മധ്യപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളും ഈ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. നിലവിൽ പൗരത്വമുള്ള ഒരു ഇന്ത്യക്കാരൻ്റെയും പൗരത്വത്തെയോ ഐഡന്റിറ്റിയെയോ ഈ നിയമം ബാധിക്കില്ലെങ്കിലും തെരഞ്ഞെടുപ്പെടുത്ത ഈ ഘട്ടത്തിൽ നിയമം നടപ്പാക്കുന്നതിനെയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ എതിർക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം കൂടിയായതിനാൽ നിയമത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് കോടതിയുടെ അന്തിമ വിധിയെ ആശ്രയിച്ച് തന്നെയായിരിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പ്രചാരണ പരിപാടികൾ എല്ലാ കക്ഷികളും കൊണ്ടുപിടിച്ച് നടത്തുന്നതിനാൽ നമ്മുടെ അറിവില്ലായ്മകളെ ചൂഷണം ചെയ്യാനും വികാരപരമായി ചില സമുദായങ്ങളെ ഒപ്പം നിർത്തി ചൂഷണം ചെയ്യാനും ശ്രമിക്കുന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങളും നമുക്ക് മുന്നിൽ അരങ്ങേറുമ്പോൾ ലളിതമായി എന്താണ് പൗരത്വ നിയമമെന്നും എന്തിനാണ് ഈ നിയമമെന്നും ഇതുകൊണ്ടുള്ള ഗുണവും ദോഷങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നതിന് അതീവ പ്രാധാന്യമുണ്ട്. നന്ദിയോടെ.